ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി റവ ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റ്, ബീൻസ്, സവാള, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ചട്ടി നന്നായി ചൂടായതിനു ശേഷം റവ ഇട്ട് കൊടുക്കാം. റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് റവയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. റവ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് ഓപ്ഷണലാണ്. ഉഴുന്ന് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ബീൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ ഇതൊന്ന് അടച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഞാനിവിടെ ചേർക്കുന്നുള്ളൂ എന്ന് മാത്രം. ഒന്ന് ഇളക്കി കൊടുത്ത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് റവ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട്. റവ ഇടുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിപൊളി റവ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.